വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ നമുക്ക് ഒരു സൂം മീറ്റിംഗിലേക്ക് കടന്നു വരുവാനും ഒരുമിച്ച് നമ്മുടെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം തന്ന നല്ല അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയ ഹിന്ദു സിസ്റ്റർ വളരെ ഐശ്വര്യമായിട്ട് ദൈവത്തിന്റെ വചനം ഈ രാത്രികാലം പ്രസംഗിക്കുവാൻ ഇടയായല്ലോ. പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമായിരിക്കുന്ന ആലോചനകളാൽ നമ്മളെ നിറച്ചു. നല്ല ഈ രാത്രികാലം നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗം തന്ന നല്ല അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം ഈ ലോകം, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിനെ ആസ്പദമാക്കിയിട്ടാണ് ലോകത്തിലെ പല സാഹചര്യങ്ങളും നടക്കുന്നത്. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂമി കുലുക്കങ്ങളൊക്കെ ഉണ്ടാകുന്നതിന്റെ കാരണം ദൈവത്തിന്റെ വചനത്തിന്റെ നിവർത്തീകരണമാണ്. പ്രൈസ് ദി ലോർഡ്. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഒക്കെ ഉണ്ടാകേണ്ടത് ആവശ്യം തന്നെയാണ്. കാരണം അത് കർത്താവിന്റെ വചനത്തിന്റെ നിവർത്തീകരണത്തിന്റെ ഒരു ഭാഗമാണ്. ഞാൻ ഇന്ന് രാത്രികാലം നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നുണ്ട്. ഞാൻ കർത്താവിനെ അധികമായിട്ട് സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ ദിവസം വയനാട്ടിലുണ്ടായ വലിയ ദാരുണമായിരിക്കുന്ന ഭൂമി കുലുക്കത്തിൽ അനേകര് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അനേകര് ഭവനമില്ലാത്തവരായിട്ട് മാറി. അനേകർക്ക് ദുഃഖവും നിരാശയുമായി. എന്നാൽ അതിന്റെ നടുവിലും ദൈവം വേർപെട്ട് കർത്താവിനെ ആരാധിക്കുന്ന ഒരു കുടുംബത്തെ, അവരുടെ ഭവനമൊക്കെ നഷ്ടപ്പെട്ടുവെങ്കിലും ആ കുടുംബത്തെ ദൈവം അത്ഭുതമായിട്ട് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ കരുണയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രികാലവും നമുക്ക് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, ആശ്രയിപ്പാനുള്ളത് ദൈവത്തിന്റെ വചനമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ വചനമാണ് നമുക്ക് എല്ലാ കാലത്തും ആശ്രയം. ആ വചനമാണ് നമുക്ക് പ്രത്യാശ തരുന്നത്. ആ വചനമാണ് നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നത്. ആ വചനമാണ് ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക്, നമ്മളെ ആഴമേറിയ ഒരവസ്ഥയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇതൊക്കെ നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന് രാത്രികാലവും നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. പരിശുദ്ധാത്മാവിന് നമ്മളോട് സംസാരിപ്പാനുള്ളതൊക്കെയും ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. അത് കേൾക്കുന്നവർക്ക് അത് ഏറ്റെടുത്ത് അവരുടെ ഹൃദയത്തിലും അവരുടെ ജീവിതത്തിലും രൂപാന്തരം ഉണ്ടാകുവാൻ സ്വർഗം സഹായിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലത്തെ അല്പമായ ചില ചിന്തകൾക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഗലാത്യർക്ക് എഴുതിയ ലേഖനം, അതിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കാം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. പിന്നെ നമുക്ക് ചിന്തിക്കാം. അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? നിങ്ങൾ മക്കളാകൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയും ആകുന്നു. എല്ലാവർക്കും കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് എങ്ങനെയാണ്? അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനമാണല്ലോ ഗലാത്യർക്ക് എഴുതിയ ലേഖനം. പൗലോസ് ഇവിടെ പല കാര്യങ്ങളും ഈ ലേഖനത്തിൽ കൂടെ പറയുന്നു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എന്നാൽ ലേഖനം എഴുതുന്ന സമയത്ത് ഗലാത്യരോട് പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ പൗലോസിന്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ പൗലോസ് ആ കാര്യങ്ങളൊക്കെ മാറ്റി ദൈവത്തിന്റെ ആത്മാവ് ലേഖനം എഴുതുന്ന സമയത്ത് പൗലോസിനെ ആഴമേറിയ ചില ചിന്തകളിലേക്ക് കൊണ്ടുപോയിട്ട് പൗലോസിനെ കൊണ്ട് പല കാര്യങ്ങളും എഴുതിപ്പിക്കുകയായിരുന്നു. പുതിയ നിയമത്തിന്റെ സഭയ്ക്ക് വേണ്ടിയിട്ടുള്ള അത്ഭുതമായിട്ടുള്ള ഒരുപാട് ആത്മീയ സത്യങ്ങൾ പൗലോസിൽ കൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. ഞാൻ കർത്താവിനെ ഇന്ന് രാത്രികാലം അധികമായിട്ട് സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വേദഭാഗം എങ്ങനെയാണല്ലോ, സ്തോത്രം. നിങ്ങൾ മക്കൾ ആകൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ചെയ്ത ഒരു പ്രവൃത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ചെയ്തത് സ്വപുത്രന്റെ ആത്മാവിനെ എവിടേക്ക് ദൈവം അയച്ചു? നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തെ അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന ആത്മാവ് ഉണ്ടായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന
ആ സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചു. പൈസലോഹാന സ്തോത്രം. നേരത്തെ ഇല്ലാതിരുന്ന ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചു. അതുകൊണ്ടാണ് നമ്മളിപ്പോ ദൈവത്തെ അപ്പ പിതാവേ എന്ന് വിളിക്കുന്നത്. പൈസലോഹാന. ഞാൻ കർത്താവിനെ ഇന്ന് രാത്രികാലം അധികമായിട്ട് സ്തുതിക്കുന്നു. പൈസലോഹാന സ്തോത്രം. ഓരോ ദിവസം പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ മക്കളാകൊണ്ടാണ് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചു. പൈസലോഹാന. നമ്മുടെ മക്കളായതുകൊണ്ട് ഇനി നമുക്ക് നമ്മുടെ പിതാവായിരിക്കുന്ന ദൈവത്തെ അപ്പ പിതാവേ എന്ന് വിളിക്കുവാനുള്ള അധികാരമുണ്ട്. ആമേ പൈസലോ. വളരെ ദൂരത്തായിരുന്ന നമ്മളെ, ആമേ പാപികളും ദോഷികളുമായിരുന്ന നമ്മുടെ പാപങ്ങൾ, ആമേ ക്രിസ്തുയേശു മൂലം അവന്റെ രക്തം നമ്മുടെ പാപത്തിന് പരിഹാരമായി. അവന്റെ പൈസലോ ഹാലലിയ പൈസലോ പുറം മുഴുവനും അവര് ആമേ ഉഴവുചാല് പോലെ ഉള്ളതുകൊണ്ട് ആമേ നമ്മുടെ രോഗങ്ങൾക്ക് സൗഖ്യമായി. അവനെ ക്രൂശിൽ തറച്ചുകൊണ്ട് നമ്മുടെ ശാപങ്ങൾ മാറി. പൈസലോ ഹാലലിയ. 3 കാര്യങ്ങളാണ് നമ്മുടെ കർത്താവ് ചെയ്തത്. ഒന്ന്, നമ്മുടെ പാപം, നമ്മുടെ ശാപം, നമ്മുടെ രോഗം. ഇതിന് 3നും കർത്താവ് അവൻ പ്രതിവിധി വരുത്തി. ഇന്ന് രാത്രികാലം രോഗികളായിട്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഇന്ന് രാത്രികാലം ഒരു കാര്യം ഉറപ്പാണ്, അവർക്ക് കർത്താവ് പൂർണ്ണമായ സൗഖ്യം തരും. പൈസലോഹാനദിയ. അവരുടെ രോഗം വളരെ പഴയതായിക്കോട്ടെ, അവരുടെ രോഗം ആധുനിക വൈദ്യശാസ്ത്രം അതിന് മരുന്നില്ല എന്ന് പറഞ്ഞോട്ടെ, പല വിധത്തിലുള്ള പൈസലോഹാനത്വം നിഗമനങ്ങൾ അവരുടെ രോഗങ്ങളിൽ ഉണ്ടായിക്കോട്ടെ, ഇത് രാത്രികാലം ഉറപ്പാണ് അവന്റെ അടിപ്പിണരാൽ പൂർണ്ണമായിട്ടുള്ള സൗഖ്യം ഉണ്ടാകും. പൈസലോഹാനദിയ. കൈകാലിലുള്ള വേദനയായാലും ഉദരത്തിനകത്തുള്ള വേദനയാണെങ്കിലും വൈദ്യശാസ്ത്രം പറഞ്ഞ ആ മാരകമായിട്ടുള്ള രോഗമാണെങ്കിലും ദൈവത്തിന്റെ പൈതല് യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട്, യേശുക്രിസ്തുവിന്റെ വചനത്താൽ, യേശുക്രിസ്തുവിന്റെ നാമത്താൽ ഇന്ന് രാത്രികാലം പൂർണ്ണമായിട്ടുള്ള സൗഖ്യമുണ്ട്. അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ സൗഖ്യം ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകുകയാണ്. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്രവൃത്തി ഇന്ന് രാത്രികാലം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ അധികമായിട്ട് സ്തുതിക്കുന്നു. പ്രൈസലോ. പൗലോസ് പറയുന്നത്, നിങ്ങൾ മക്കളായതുകൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചു. പ്രൈസലോ. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ഹൃദയത്തിൽ അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന ഒരു ആത്മാവിനെ, ഒരു സ്പിരിറ്റിനെ ദൈവം നമ്മുടെ ഉള്ളിലേക്ക് അയച്ചത് കൊണ്ടാണ് നമ്മൾ ദൈവത്തെ അപ്പാ പിതാവേ എന്ന് വിളിക്കുന്നത്. ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയവനെ, സൂര്യനെ ഉണ്ടാക്കിയവനെ, ചന്ദ്രനെ ഉണ്ടാക്കിയവനെ, നക്ഷത്രങ്ങളെ ഉണ്ടാക്കിയവനെ, മഴയെ പെയ്യിക്കുന്നവനെ, വൃക്ഷങ്ങളെ നിർമ്മിച്ചിരിക്കുന്നവനെ, ഈ പ്രപഞ്ചം മുഴുവനും നിർമ്മിച്ചിരിക്കുന്ന, ഈ അണ്ടകടാഹങ്ങളെ മുഴുവനും നിർമ്മിച്ചിരിക്കുന്ന ആ വലിയവനായിരിക്കുന്ന സർവശക്തനായ ദൈവത്തെ, അതെന്റെ അപ്പനാണ്, അവൻ എന്റെ പിതാവാണ് എന്ന് പറയുവാൻ സ്വതന്ത്രം നമുക്ക് നേരത്തെ സാധ്യമല്ലായിരുന്നു. എന്നാൽ സ്വപുത്രന്റെ ആത്മാവിനെ, അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചു. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എന്റെ ഹൃദയത്തിലേക്ക് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തെ എനിക്ക് അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്ക രീതിയിലുള്ള ആത്മാവിനെ ദൈവം എന്റെ ഹൃദയത്തിലേക്ക് അയച്ചുകൊണ്ട് എനിക്ക് അതിധൈര്യമായിട്ട് എന്റെ പിതാവായിരിക്കുന്ന ദൈവത്തെ, സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തെ അപ്പാ പിതാവേ എന്ന് വിളിക്കാം. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിന്റെ വിഷയങ്ങൾക്ക് വിടുതലിന് വേണ്ടിയിട്ട് നിന്റെ അപ്പനോട് പ്രാർത്ഥിക്കാം. അവൻ സർവശക്തനാണ്. സൂര്യനെ ഉദിപ്പിക്കുന്നവനാണ്, കാറ്റിനെ ഉണ്ടാക്കിയവനാണ്, മഴയെ നിർമ്മിക്കുന്നവനാണ്, ലോകത്തിന്റെയും സകലത്തെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ ദൈവമാണ്. ആ പിതാവായിരിക്കുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് രാത്രികാലം ചെവി തുറന്നിരിക്കുകയാണ്. അവനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ഇന്ന് രാത്രികാലം വലിയ വിടുതൽ നടക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നടക്കാത്ത കാര്യങ്ങൾ, കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ചിട്ട് നിരാശയിലേക്ക് പോയ കാര്യങ്ങളുടെ മേൽ ഇന്ന് രാത്രികാലം ദൈവം അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. ദൈവം വലിയ പ്രവൃത്തികൾ ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ഒരു പ്രത്യേക തരത്തിൽ നിങ്ങളെ നടത്തുകയാണ്. പൗലോസ് പറയുന്നത് എങ്ങനെയാണ്?
ആമേൻ. നിങ്ങൾ മക്കളാകൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ആമേൻ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാണ്. ആമേൻ. നമ്മൾ അവകാശികളാണ്, നമ്മളാണ് അവകാശികൾ. ആമേൻ. സ്തോത്രം. നമുക്കുള്ള അവകാശത്തിന്റെ ആ പൂർണ്ണത ആമേൻ ഇതുവരെയും നമുക്ക് മനസ്സിലായിട്ടില്ല. എന്നാൽ ആമേൻ നമ്മുടെ ആ രാജ്യത്തിൽ ആമേൻ നമ്മളെ ചേർക്കുവാനായി നമ്മുടെ കർത്താവ് വരും. ആമേൻ. നമ്മുടെ കർത്താവ് വന്ന് നമ്മളെ ആ രാജ്യത്തിൽ ചേർക്കും. ആമേൻ. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും അവകാശം നമ്മുടെ മക്കളായതുകൊണ്ട് അവൻ നമ്മൾക്ക് ഏൽപ്പിച്ചു തരും. ഇപ്പോൾ നമുക്കത് അനുഭവിക്കാൻ സാധിക്കാത്തത് ആമേൻ നമ്മുടെ ശിശുക്കളായിരിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ നമ്മളെ വളർച്ച പ്രാപിച്ച് ആമേൻ പൂർണ്ണമായി ആമേൻ ഒരു വളർച്ചയുടെ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ഈ കർത്താവ് ഈ അവകാശം മുഴുവനും നമുക്ക് ഏൽപ്പിച്ചു തരും. എല്ലാത്തിന്റെയും അധികാരം അവൻ നമുക്ക് തരും. അതിനു വേണ്ടിയിട്ട് അവൻ തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. നമ്മൾ പാപികളായിരുന്നു, ദോഷികളായിരുന്നു, സ്ഥിരതയില്ലാത്തവരായിരുന്നു. എന്നാൽ നമുക്ക് ആ തടസ്സങ്ങളൊക്കെ മാറി നമ്മുടെ പാപങ്ങൾ പരിഹാരം വരുത്തിക്കൊണ്ട് നമ്മളെ ആമയെ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയ ദൈവത്തിന്റെ മക്കളാക്കുവാൻ ആമയെ യേശു ക്രിസ്തു മുഖാന്തരം ഇത്ര വലിയ അവസരം കർത്താവ് ഒരുക്കിയല്ലോ. നമ്മുടെ കർത്താവാണ് ദൈവം. അവൻ വേഷത്തിൽ മനുഷ്യനായിട്ട് വന്നതാണ്. ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയ ദൈവം നമ്മൾ മക്കളായതുകൊണ്ട്, നമ്മൾ മനുഷ്യരായതുകൊണ്ട്, നമുക്ക് ജഡവും രക്തവും ഉള്ളവരായതുകൊണ്ട് അവൻ വേഷത്തിൽ മനുഷ്യനായിട്ട് ഈ താണലോകത്തിലേക്ക് വന്നു. അവൻ 33 വയസ്സ് വരെ ഈ താണലോകത്ത് ജീവിച്ചു. അവസാനം നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തിയിട്ട് ആമേ സൃഷ്ടാവായിരിക്കുന്ന ദൈവം ആമേ പുത്രനിൽ കൂടെ വലിയൊരു വിടുതൽ നമുക്ക് തന്നു. ആമേ. ഇന്ന് രാത്രികാലം ഇതിന്റെ സന്തോഷം അനുഭവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും അവിടെ എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആമേ. എന്നാൽ ആമേ സ്തോത്രം, അന്ന് നിങ്ങൾ ആമേ ദൈവത്തെ അറിയാതെ ആമേ സ്വഭാവത്താൽ ദൈവമല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. പൗലോസ് പറയുന്നു, എന്നാൽ അന്ന് നിങ്ങൾ നിങ്ങൾക്ക് എന്ത് പറ്റുന്നോ, അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവമല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. സ്വഭാവത്താൽ ദൈവമല്ലാത്തതിന് അടിമപ്പെട്ട ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ആ അടിമത്തത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചു. 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായി. സ്വതന്ത്രം. ആമേ. 47 ആഗസ്റ്റ് 15 ശേഷം ഇന്ത്യക്കാരും ബ്രിട്ടന്റെ ആമേ അടിമത്തത്തിലല്ല. കാരണം സ്വതന്ത്ര ഇന്ത്യ ഉണ്ടായി. ആമേ. നമ്മള് ഒരു ഇന്ത്യൻ പൗരനായിട്ട് ജീവിക്കുവാനുള്ള അധികാരം നമുക്ക് ലഭിച്ചു. നേരത്തെ നമ്മള് അടിമത്തത്തിലായിരുന്നു. ആ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ നമ്മള് ഇന്ത്യൻ പൗരന് ആമേ ഇന്ത്യൻ ഭരണഘടന പറയുന്ന അവകാശങ്ങൾ, ഇന്ത്യൻ ഭരണഘടന പറയുന്ന എല്ലാ പദവികളും നമുക്ക് ലഭിക്കുവാനിടയായി. അതിന്റെ കാരണം നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഇവിടെ പൗലോസ് പറയാണ്, എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവമല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. സ്തോത്രം. ആമേ. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുവിരിക്കേ. സ്തോത്രം. ഇപ്പൊ സംഭവിച്ചത് നമ്മൾ ദൈവത്തെ അറിഞ്ഞു. അത് മാത്രമല്ല, ദൈവം നമ്മളെ അറിഞ്ഞു. സ്തോത്രം. ആമേ. ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയ, ഇന്ന് രാവിലെ സൂര്യനെ ഉദിപ്പിച്ച, മഴയെ തന്ന ദൈവം എന്നെ അറിഞ്ഞു, നിങ്ങളെ അറിഞ്ഞു. നമ്മളിന്ന് പല പ്രാവശ്യവും പ്രാർത്ഥിച്ചു. രാവിലെ പ്രാർത്ഥിച്ചു. ഞങ്ങള് രാവിലെ 5 മണിക്ക് പ്രയർ മീറ്റിംഗ് ഉണ്ട്. ആമേ. 6 മണിക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കും. ആമേ. ഇടയ്ക്കിടയ്ക്ക് പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. വൈകിട്ട് പ്രാർത്ഥിക്കും, രാത്രി പ്രാർത്ഥിക്കും. സ്തോത്രം. ആമേ. ഒരു പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ കാരണം നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേൾക്കുന്നുവെന്നും അതിന് മറുപടി അവൻ തരുന്നുവെന്നുള്ള ഉറപ്പുകൊണ്ടാണ്. സ്തോത്രം. ഇവിടെ പൗലോസ് പറയുന്നതാണ്, ആമേ. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുവിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് ആമേ പുതിയതായിട്ട് അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? പൗലോസ് ഒരു ചോദ്യമാണ്. ആമേ. ദരിദ്രവും ബലഹീനവുമായിരിക്കുന്ന ആദ്യ പാഠങ്ങളിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. നമുക്ക് ഈ ലോകത്ത് ജീവിക്കുവാൻ ആവശ്യമായ
എല്ലാ സൗകര്യങ്ങളും നമ്മുടെ അപ്പൻ നമുക്ക് വേണ്ടി ചെയ്തു തരും. നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ആമേ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതല്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് രാത്രികാലം വലിയൊരു വിടുതലുണ്ട്. ആമേ, വിടുതൽ ചിലപ്പോൾ ചില പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ആമേ സ്തോത്രം കമ്പി വേഗത്തിൽ ദൈവം വിടുതലയക്കും, ചിലത് താമസിക്കും. ആമേ അതിന്റെ കാരണം ദൈവത്തിന് ചില കാര്യങ്ങൾ അതിന്റെ മേൽ ക്രമീകരിക്കാനുള്ളത് കൊണ്ടാണ്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉള്ളതുകൊണ്ടാണ് നമുക്ക് പ്രാഗൽഭ്യമുള്ളത്. ഇന്ന് രാത്രികാലം ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ച, യേശു ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനയ്ക്കും ആമേ ദൈവം, സ്വർഗത്തിലെ ദൈവം ആമേ മറുപടി തന്ന് നമ്മളെ സഹായിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകിയാണ്. നിങ്ങൾക്കറിയാം, ഞാനൊരു നായർ കുടുംബത്തിൽ ജനിച്ചതാണ്. ഈശോയ്യ, വളരെ അത്ഭുതകരമായ, ഞാൻ എന്റെ സാക്ഷ്യം ഈ സൂമിൽ പറഞ്ഞിട്ട് പോകുന്നുണ്ട്, അത് ആവർത്തിക്കുന്നില്ല. വളരെ അത്ഭുതകരമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചത്. സ്തോത്രം. ഞാൻ വളരെ വർഷങ്ങള് സൗദി അറേബ്യയിലെ ടൊയോട്ട സ്പെയർ പാർട്സ് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. ഒരുപാട് സാഹചര്യങ്ങൾ പ്രതികൂലമായി എനിക്ക് ജോലി നഷ്ടപ്പെട്ടു. എന്നാൽ സ്തോത്രം, ഇവിടെ വന്ന് ഞാൻ കർത്താവിന്റെ വേലയിലായി വളരെ ഉത്സാഹത്തോടെയായി എന്റെ കുടുംബത്തെ ഇന്നും കർത്താവ് പരിപാലിച്ചുകൊണ്ടും പോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിൽ ഒരു മനുഷ്യന്റെ ആശ്രയമില്ലെങ്കിലും കർത്താവ് നമ്മളെ പരിപാലിക്കും, പോഷിപ്പിക്കും. ദൈവം അത്ഭുതകരമായിട്ട് നമ്മളെ വഴി നടത്തും. ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സാക്ഷികൾ അനവധിയുണ്ട്. അവർക്കൊക്കെ ഇതാണ് പറയാനുള്ളത്. ദൈവം നമുക്ക് വേണ്ടി കരുതും. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം കരുതും. നിന്റെ തലമുറയുടെ വിഷയങ്ങളിന്മേൽ ദൈവം വലിയത് ചെയ്യും. അവരുടെ വിവാഹം, അവരുടെ അവർക്ക് കുഞ്ഞുങ്ങളില്ലെങ്കിൽ ഈ ഭാരപ്പെട്ടുകൊണ്ട് ആ തലമുറയുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദൈവം അതിന് വേണ്ടിയിട്ട് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് ദൈവം ആ തലമുറയെ നൽകും. ഹന്നയ്ക്ക് മക്കളിലായി അന്ന നിന്ന് സഹിച്ച് ഒരുപാട് കരഞ്ഞു, നിലവിളിച്ചു. ദൈവാലയത്തിൽ പോയി കരഞ്ഞു. പുരോഹിതന് മനസ്സിലായില്ല. എന്നാൽ ഹന്നയുടെ ആ കരച്ചിലും ഹന്നയുടെ തേങ്ങലും സ്വർഗത്തിലെ ദൈവം കേട്ടു. അല്ലെങ്കിൽ ഹന്ന അങ്ങനെ കരയുവാനും നിലവിളിക്കുവാനും കാരണം ഒരു ശമൂവേൽ ബാലകനെ ദൈവത്തിനെ പുറത്തേക്ക് എടുക്കേണ്ടതുണ്ട്. ഇസ്രായേലിന് ന്യായപാലനം ചെയ്യുന്ന ഒരു വലിയ ഒരു പ്രവാചകനെ ദൈവത്തിന് പുറത്തേക്ക് എടുക്കേണ്ടതുണ്ട്. അതിനുള്ള സമയം ദൈവം ക്രമീകരിക്കുക. നമ്മുടെ പ്രാർത്ഥന നാം ഇത്ര സമയം, ചില വിഷയങ്ങളിലൊക്കെ നാം ഇത്ര സമയം അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ദൈവം ഒരു തീരുമാനം എടുത്തിട്ട് ഒരു കണക്കുണ്ട്. ആ കണക്ക് ഇത്ര സമയം അവൾ പ്രാർത്ഥിച്ചു, ഇത്ര സമയം ആ ദൈവദാസൻ പ്രാർത്ഥിച്ചു എന്ന് അത് പൂർണ്ണമായിട്ടൊരു കണക്കായിട്ട് മാറുമ്പോ ദൈവത്തിന്റെ ഇതമനുസരിച്ച് ആ സംഖ്യ, ആ സമയം പൂർണ്ണമാകുമ്പോ ദൈവം അതിന് വിടുതലായിരിക്കും. നമ്മുടെ പ്രാർത്ഥന മുഴുവനും കേട്ട അതിന് മറുപടി തരുവാനുള്ള ഒരു സംവിധാനം സ്വർഗത്തിനുണ്ട്. അത് ഇന്ന് രാത്രികാലവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും നിരാശപ്പെട്ട് സൂമറ്റി ഇന്ന് പോകരുത്. നിന്റെ വിഷയത്തിന്മേൽ ഇന്ന് രാത്രികാലം അത്ഭുതത്തിന്റെ ഒരു വഴി ദൈവം തുറന്നിട്ടുണ്ട്. ആ താക്കോ ദൈവം തുറന്നിട്ടുണ്ട്. അതിൽ കൂടെ പ്രവേശിച്ച് മുന്നേറുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്കൊരു വചനം കൂടി ഇന്ന് രാത്രികാലം ചിന്തിക്കാം. തിമോഥെയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ അതിന്റെ 12-ാമത്തെ വാക്യം നമുക്കിവിടെ വായിക്കാം. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. പൗലോസ് പറയുന്ന ഒരു വാക്യമാണ്. പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്. പൗലോസ് ആദ്യം പറയുന്നത് എനിക്ക് ശക്തി നൽകി. എന്നിട്ട് പൗലോസ് പറയുന്നത് എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കി. പൗലോസിനെ വിശ്വസ്തൻ എന്ന് എണ്ണിയിട്ട് ശുശ്രൂഷയ്ക്കാക്കി. വെറുതെ വിശ്വസ്തൻ എന്ന് എണ്ണിയിട്ട് ശുശ്രൂഷയ്ക്ക് ആക്കുകയല്ല. അതിനു മുമ്പ് കർത്താവ് ചെയ്തത് പൗലോസിന് കർത്താവ് ശക്തി നൽകി. ഏത് ശക്തി? ദൈവത്തിന്റെ ശക്തി പൗലോസിന് കർത്താവ് നൽകി. ഏത് പ്രതികൂലം വന്നാലും, ഏത് പ്രയാസം വന്നാലും, ഏത് കപ്പൽ ഛേദത്തിൽ പെട്ടാലും, ഏത് വലിയ റോമൻ ഗവൺമെന്റ് പൗലോസിന് എതിരായിട്ട് വന്നാലും, ഏത് വലിയ പടയാളികൾ എതിരായിട്ട് വന്നാലും,
ഏത് സാമ്രാജ്യം എതിരായിട്ട് വന്നാലും ആമേൻ സ്തോത്രം, ദൈവം പൗലോസിന് ശക്തി നൽകിയത് കൊണ്ട് ആ ശക്തിയെ വെല്ലുവാൻ ഒരു ശക്തിക്കും സാധ്യമായില്ല. പൗലോസ് ആമേ പൈസലോ ഹല്ലേലൂയ ആമേ 13-14 ലേഖനങ്ങൾ എഴുതി. അത് മാത്രമല്ല, പൗലോസ് പല സ്ഥലത്തും സഞ്ചരിച്ചു, അവിടെയൊക്കെ സഭകളുണ്ടായി, പൗലോസ് പ്രസംഗിച്ചു. ആമേ യഹൂദ മതത്തിന്റെ ആ പാരമ്പര്യ ശക്തികളെ പൊട്ടിച്ച് യഹൂദന്മാർ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുവാനും ആമേ കർത്താവിനെ ആമേ പിൻപറ്റുവാനും ഇടയായി. ലോകത്തിൽ വലിയ വലിയ സഭകളൊക്കെ സ്ഥാപിച്ചത് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ ആ ശുശ്രൂഷയിൽ നിന്ന് ഉണ്ടായതാണ്. പൗലോസ് പൈസലോ ഹല്ലേലൂയ സ്തോത്രം പോയ സ്ഥലത്തൊക്കെ വലിയ വലിയ പ്രവൃത്തികൾ നടന്നു. മരിച്ചവർ ഉയർത്ത് എഴുന്നേറ്റു, കുഷ്ഠരോഗികൾ സൗഖ്യമായി, അനവധി വിടുതൽ ആമേ പൈസലോ ഹല്ലേലൂയ സ്തോത്രം അവിടെ ഉണ്ടാക്കുവാൻ കാരണമായി തീർന്നത് പ്രിയമുള്ളവരെ ക്രിസ്തുയേശു എന്ന കർത്താവ് പൗലോസിന് ശക്തി നൽകിയതുകൊണ്ടാണ്. ഹല്ലേലൂയ. അതാണ് തിമോഥെയോസിനോട് ലേഖനം എഴുതുന്ന സമയത്ത് പൗലോസ് ഈ ശക്തിയുടെ രഹസ്യം പറയുന്നത്, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണിയിട്ട് അവനെ ശുശ്രൂഷയ്ക്ക് ആക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കി. അങ്ങനെ വെറുതെ ദൈവം വിശ്വസ്തനെന്ന് എണ്ണിയിട്ട് ശുശ്രൂഷയ്ക്ക് ആക്കുകയല്ല ചെയ്യുന്നത്. ദൈവം അതിനാവശ്യമായിരിക്കുന്ന ശക്തി പൗലോസിന് നൽകി. ആ ശക്തി ഇല്ലെങ്കിൽ നമുക്ക് ശുശ്രൂഷിക്കാൻ സാധിക്കത്തില്ല. ആമേ ആ ശക്തി ഇല്ലെങ്കിൽ ഹിന്ദു സഹോദരിക്ക് പ്രസംഗിക്കാൻ സാധിക്കത്തില്ല. ആ ശക്തി ഇല്ലെങ്കിൽ ദൈവദാസന്മാർക്ക് ആമേ മുന്നോട്ട് പോകുവാൻ സാധിക്കത്തില്ല. കാരണം ആ ശക്തി നമുക്ക് ദൈവം തന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കത്തുള്ളൂ. ആ ശക്തി എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ ശക്തിയല്ല. ആമേ പ്രൈസലോ. ഈ ലോകത്തിന്റെ ഏത് പ്രതികൂലം വന്നാലും ഏത് പ്രയാസത്തിൽ കൂടെ കടന്നുപോയാലും അതിനെയൊക്കെ അതിജീവിക്കുവാനും അതിനെ പൈസലോ ഹല്ലേലൂയ സ്തോത്രം ആമേ പൈസലോ ഹല്ലേലൂയ സ്തോത്രം മാറ്റിക്കൊണ്ട് മുന്നേറുവാനും അതിന്റെ പേരിൽ ആമേ ജയമെടുക്കുവാനും ആമേ പൈസലോ ഹല്ലേലൂയ സ്തോത്രം പൗലോസിന് ദൈവം ശക്തി നൽകി. ആമേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്, ആമേ നമ്മൾ പ്രാർത്ഥിക്കണം. ആമേ നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെ വേണം, കർത്താവേ എനിക്ക് നീ ശക്തി നൽകണം. പൈസലോ ഹല്ലേലൂയ. എനിക്ക് ആമേ എന്റെ ദേശത്തുള്ള ആളുകളോട് സുവിശേഷം പറയുവാൻ ആമേ എനിക്ക് ശക്തി നൽകണം. എനിക്ക് രോഗികളെ സൗഖ്യമാക്കുവാൻ ശക്തി വേണം. ആര് ശക്തി ചോദിച്ചാലും ദൈവം നൽകും. കാരണം ദൈവത്തിന് ഈ ശക്തി കൊടുത്ത് ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ലോകം മുഴുവനും കീഴ്മേൽ പറഞ്ഞാലും ദൈവം നിനക്ക് ശക്തി നൽകിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ ശക്തി കൊണ്ട് നിന്റെ ജീവിതത്തിൽ അതേ വലിയ അത്ഭുതങ്ങൾ നടക്കും. തലമുറ വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കും. നീ ചെല്ലുന്നിടത്തൊക്കെ നിന്റെ ജീവിതത്തിൽ നിനക്ക് ദൈവം തന്ന ഈ ശക്തി കൊണ്ട് പലതും നിനക്ക് വേണ്ടി ദൈവം ചെയ്യും. ഈ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും സർവശക്തനായ ദൈവം വലിയ ചെയ്യും. ഇന്ന് രാത്രി ആ ശക്തി പ്രാപിക്കാനുള്ള ഒരു ആഗ്രഹം ഈ സൂം മീറ്റിംഗിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരിലേക്ക് ദൈവം പകരട്ടെ. ഹല്ലേലൂയ. അവർ അത്ഭുതങ്ങൾ ചെയ്യട്ടെ, അവർ അടയാളങ്ങൾ ചെയ്യട്ടെ, അവർ വീര്യപ്രവർത്തികൾ ചെയ്യട്ടെ. കാരണം ദൈവം ശക്തി നൽകാൻ തയ്യാറാണ്. പൈസലോ ദൈവം ശക്തി നൽകുവാൻ ഇന്ന് രാത്രി തയ്യാറാണ്. നിനക്ക് ആവശ്യമുള്ളത്, നിന്റെ തലമുറയ്ക്ക് ആവശ്യമുള്ളത്, നിന്റെ സഭയ്ക്ക് ആവശ്യമുള്ളത് എന്താണോ അത് ദൈവത്തിന് അറിയാം. അതിന് അത് നടക്കുവാൻ ദൈവത്തിന്റെ ശക്തി ആവശ്യമാണെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവ് ആ ശക്തി നമ്മുടെ ജീവിതത്തിൽ ചെയ്തു. പൗലോസ് ഇങ്ങനെ പറഞ്ഞു, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകണം. അതിന്റെ കാരണം പൗലോസിന്റെ അനുഭവങ്ങളാണ്. ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ ശക്തി ഇല്ലാതെ നമുക്ക് മുന്നേറാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഉറക്കം തൂങ്ങരുത്. അതുകൊണ്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് ഈ ശക്തി എനിക്ക് വേണം എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഈ ശക്തിയെ കുറിച്ചുള്ള വെളിപ്പാട് എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന കർത്താവ്, അവ ശക്തി നൽകിയ ദൈവമാണ് എന്നുള്ള വെളിപ്പാട്, ആ ഒരു തിരിച്ചറിവ് ഇന്ന് രാത്രികാലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവ് ഈ ശക്തി നിങ്ങളിലേക്ക് പകരും. നാളെ മുതൽ നിങ്ങൾ അത്ഭുതകരമായിട്ട് പല കാര്യങ്ങളും ചെയ്യുവാനിടയാകും. കാരണം ഇന്ന് രാത്രി നിങ്ങളെ കർത്താവ് ശക്തരാക്കിയല്ലോ. ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ അധികമായിട്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമ്മള് സദൃശവാക്യങ്ങൾ അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ
ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു കൊടുക്കുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞ എങ്ങനെയാണ്? പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഒരല്പം പോലും സംശയമില്ലാതെ, ആമേൻ, സ്തോത്രം. പലവിധത്തിലെ വിഷയങ്ങളാണ് ദൈവം നമ്മുടെ ഈ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുന്നുണ്ടോ എന്ന് ആമേൻ ദൈവം നമ്മളെ ചെക്ക് ചെയ്യും, ദൈവം നമ്മളെ പരിശോധിക്കും. മനസ്സിലോ? ആമേൻ. പൂർണ്ണ ഹൃദയത്തോടെ ആണോ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത്? പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കാനാണ് നമ്മുടെ പിതാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പൂർണ്ണ ഹൃദയത്തോടെ, ആമേൻ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യഹോവയിൽ ആശ്രയിക്കുക. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അങ്ങനെ ആശ്രയിക്കുമ്പോൾ ഒരു കാര്യം പറയുന്നത്, സ്വന്തം വിവേകത്തിൽ എന്ത് ചെയ്യരുത്? ഊന്നരുത്. ആമേൻ. സ്വന്തം വിവേകം ഈ ലോകത്തിന്റെ സാഹചര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കും. അത് സാധ്യമല്ല എന്ന് സ്വന്തം വിവേകം നമ്മളോട് പറയും. കാരണം സ്വന്തം വിവേകത്തിന് ഒരു പരിചയമുണ്ട്. ആമേൻ. സ്വന്തം വിവേകം പഠിച്ച ചില പാഠങ്ങളുണ്ട്. എന്നാൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ദൈവം സകലവും അനുകൂലമാക്കി ചെയ്തു തരും. ദൈവം സകലവും അസാധ്യങ്ങളൊക്കെ ദൈവം സാധ്യമാക്കി തരും. ആമേൻ, സ്തോത്രം. ആമേൻ. നമ്മള് അത്ഭുതങ്ങൾ നടത്തുന്നത്, അസാധ്യമായ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ പേര് വലുതാവാനല്ല, അവൻ ദൈവത്തിന്റെ നാമം ഉയരണം. അതുകൊണ്ട് അനേകർ ക്രിസ്തുവിലേക്ക് കടന്നു വരണം. അത് മാത്രമല്ല, ആമേൻ, ക്രിസ്തുയേശുവിലുള്ള വിടുതൽ അനേകർക്ക് ലഭിക്കണം. അങ്ങനെ ലോകത്തിൽ ഈ മാർഗം വളരണം. അതിനു വേണ്ടിയിട്ടാണ് ദൈവം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിച്ച് സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, ദൈവത്തിൽ ആശ്രയം വെക്കണമെന്ന് ദൈവം പഠിപ്പിക്കുന്നതിന്റെ കാരണം ദൈവത്തിന് നമ്മളെ കുറിച്ച് വലിയ പദ്ധതികളുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞത് എങ്ങനെയാണ്? ആമേൻ. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ആമേൻ. മാത്രമല്ല, നിന്റെ എല്ലാ വഴികളിലും അവനെ നിലച്ചു കൊടുക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏത് വഴിയാണെങ്കിലും, അതായത് നമ്മൾ ദിവസം നമ്മൾ രാവിലെ എഴുന്നേറ്റു പല കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ആമേൻ, സ്തോത്രം. എല്ലാം ഓരോ വഴികളാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ഇവിടെ പൗലോസ് സദൃശവാക്യക്കാരൻ പറയുന്നത് എങ്ങനെയാണ്? നിന്റെ എല്ലാ വഴികളിലും അവനെ നിലച്ചു കൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏത് ദുർഘടമായ പാതയാണെങ്കിലും, ഏത് പ്രതികൂലമുള്ള പാതയാണെങ്കിലും നിശ്ചയമായിട്ടും, പ്രൈസ് ദി ലോർഡ്, രാത്രികാലം ഒരു കാര്യം ഉറപ്പാണ്, ദൈവം നിന്റെ പാതകളെ നേരെയാക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഒരുപാട് പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഈ ലോകത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ആമേൻ, ഒരു കാര്യം ഉറപ്പാണ്, ദൈവ മക്കൾക്ക് വേണ്ടി ദൈവം ആമേൻ സഞ്ചരിക്കുവാൻ ഒരു പാത തുറന്നിട്ടുണ്ട്. ദൈവ മക്കൾക്ക് വേണ്ടി ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ ഒരു വഴി തുറന്നിട്ടുണ്ട്. ദൈവമക്കൾക്ക് വേണ്ടി ദൈവം അത്ഭുതകരമായ ചില സാഹചര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഇതൊക്കെ ആമേൻ ഈ പുസ്തകത്തിൽ പറയുന്ന ദൈവികമായിരിക്കുന്ന സകല കാര്യങ്ങളും ദൈവം നമുക്ക് നൽകുന്നത് നമ്മുടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടുവാൻ, ആമേൻ, അനേകർക്ക് നമ്മുടെ കർത്താവിന്റെ നാമത്തെ അറിയുവാൻ, അനേക പാപികൾക്ക് മാനസാന്തരം ഉണ്ടാകുവാൻ, കർത്താവിന്റെ വരവിലേക്ക് അനേകർ ഒരുക്കുവാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് വേണ്ടി അവൻ ആമേൻ വാസസ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, ആമേൻ, നമ്മളവിടുന്ന് പോകാറായി. ആമേൻ, സ്തോത്രം. നമ്മുടെ സമയമായി. ആമേൻ. അതിനു മുമ്പ് ക്രിസ്തുവിൽ അനേകരെ ആദായപ്പെടുത്തണം. ആമേൻ. അനേക പാപികൾക്ക് ക്രിസ്തുയേശു മുഖാന്തരം മാനസാന്തരം ഉണ്ടാകണം, മോചനം ഉണ്ടാകണം. അത് മാത്രമല്ല, അനേകർ ക്രിസ്തുവിനെ അറിയണം. ജാതികളിൽ നിന്ന്, വംശങ്ങളിൽ നിന്ന്, ഗോത്രങ്ങളിൽ നിന്ന്, ഭാഷകളിൽ നിന്ന് അനേകർ കർത്താവിനെ അറിയിച്ച് അവർ ഈ ദൈവത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു വരണം. അനേകർക്ക് മാനസാന്തരം ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ട് ദൈവം തന്റെ ജനത്തിന്മേൽ കൃപകൾ പകർന്നിരിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ ഇത് പകർന്നിട്ടുണ്ടോ എന്ന് ഞാൻ തിരിച്ച് അറിയണം. അത് അറിയുമ്പോഴാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തി കിട്ടുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ പരാജയപ്പെടാതെ നിൽക്കുന്നതിന്റെ കാരണം, പ്രിയമുള്ളവരെ, ആമേൻ, സ്തോത്രം, ദൈവത്തിന്റെ ശക്തി നമ്മുടെ ദൈവത്തിലേക്ക് കർത്താവ് തരുന്നതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തൃശ്ശൂർ പട്ടണത്തിൽ നമ്മുടെ ഒരു കൂട്ടായ്മ ആരംഭിച്ചിട്ടുണ്ട്. ആമേൻ. വളരെ 3-4 ആഴ്ചയായിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മാസ്റ്റർ വി ഡി ജോൺസൺ എന്ന് പറഞ്ഞ ദേവദാസൻ ഞാനും ചേർന്ന് അവിടെ പുതിയ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ആമേൻ. നമ്മൾ 4-5 ആഴ്ച മാത്രമേ നമ്മൾ അവിടെ പുതുതായിട്ട് തുടങ്ങിയിട്ട് ആരാധനയ്ക്ക് ആരാധന ആരംഭിച്ചിട്ടുള്ളൂ.
ഏതാണ്ട് 13 പേര് കഴിഞ്ഞ ആഴ്ചയിൽ അവിടെ ആരാധനയ്ക്ക് പരിപാടിയായി. ഈശ്വര സ്തോത്രം. അവിടെ ദൈവം വലിയ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൈസ സ്തോത്രം. പൈസ സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായ ഒരു സംഭവം, അവിടെ ഒരു സഹോദരി ഗിരിജ എന്ന് പറയുന്ന സഹോദരി, അവർക്ക് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് കയറി വരാൻ പറ്റത്തില്ലായിരുന്നു. കാരണം അവരെ കാലിന് ഭയങ്കരമായിട്ടുള്ള വേദനയാൽ ഭാരപ്പെട്ടു. പൈസ പറഞ്ഞ ഞങ്ങളുടെ ദേവദാസന്മാര് എണ്ണ കൊണ്ടുവരാൻ പറഞ്ഞു. എണ്ണ അവര് കൊണ്ടുവന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച് എണ്ണ പൂശി പ്രാർത്ഥിച്ച് എണ്ണ കൊടുത്തു. ആ സഹോദരി അത് പൂശി അത്ഭുതകരമായി ദൈവം പ്രവർത്തിച്ചു. ആ സഹോദരിയുടെ കാലിന്റെ വേദന പൂർണ്ണമായിട്ട് കർത്താവ് മാറ്റി തന്നു. പൈസ ഞാൻ പറയുന്നത് സ്തോത്രം, ദൈവം നമുക്ക് വേണ്ടിയിട്ട് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാക്കി തരും. ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഞാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്തു തരും. അതിനൊരു സമർപ്പണം നമുക്കുണ്ടായിട്ട് ഞാൻ അതിന് തയ്യാറാണ് എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വന്ന് നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ ദൈവം നമുക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടി പലതും ചെയ്തു തരും. എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് ദൈവം, എന്റെ സഭയ്ക്ക് വേണ്ടി ദൈവം വലിയത് ചെയ്യുമെന്നുള്ള ഉറപ്പ് ഇന്ന് രാത്രികാലം പ്രാപിച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ രാത്രികാലം ഒരു രൂപാന്തരം ഉണ്ടാകും. എന്ത് വിഷയമാണെങ്കിൽ, നിങ്ങളുടെ കുടുംബ വിഷയമായിക്കോട്ടെ, സാമ്പത്തിക വിഷയമായിക്കോട്ടെ, തലമുറയുടെ വിഷയമായിക്കോട്ടെ, രോഗത്തിന്റെ വിഷയമായിക്കോട്ടെ, ഇന്ന് രാത്രികാലം എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കും. ദൈവം അതിന്മേൽ പ്രവർത്തിക്കും. ദൈവത്തിന് അതിന്മേൽ ഒരു പരിഹാര മാർഗമുണ്ട്. നീ ഉറപ്പും ധൈര്യമുള്ളവരെ നിൽക്കുക, വിശ്വസിച്ച് നിൽക്കുക, ധൈര്യപ്പെടുക. എന്റെ തലമുറയ്ക്ക് വേണ്ടി നിങ്ങളൊന്നും കരുതണ്ട, ദൈവം കരുതിക്കൊള്ളും. നമുക്കൊരു വചനം കൂടി ഇന്ന് രാത്രികാലം അത്ഭുതമായിട്ട് ചിന്തിക്കാം. യെശയ്യാ പ്രവചനം അതിന്റെ 29-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം അവിടെ ഇരിക്കുന്നത്. ഈ ജനം അടുത്തു വന്ന് വായ കൊണ്ട് അതിരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്ത് അകറ്റി വെച്ചിരിക്കുന്നു. അടുത്തു വന്നപ്പോൾ പലതും പറയുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് ഇരിക്കുകയാണ്. എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്ത് അകറ്റി വെച്ചിരിക്കും. ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മുടെ ഹൃദയത്തെ അകറ്റി വെക്കാൻ പാടില്ല. നമ്മുടെ ഹൃദയം കർത്താവിന്റെ മുമ്പിൽ തുറന്ന് കാണിച്ചുകൊണ്ട് കർത്താവെ, എനിക്ക് ഇന്നമായ വിഷയങ്ങളുണ്ട്, എനിക്ക് ഇന്ന പ്രയാസങ്ങളുണ്ട്, എന്റെ തലമുറയ്ക്ക് ഇന്ന വിഷയങ്ങളുണ്ട്, ഞാൻ രോഗത്താൽ ബന്ധിക്കപ്പെട്ടു, എന്നൊക്കെ നമ്മുടെ വൃത്തിയായിട്ട് നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മുടെ കർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രികാലം സന്തോഷമുണ്ട്. നമ്മുടെ ദൈവം അത് വെച്ചു. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഒരല്പം കൂടി സമയമുണ്ടല്ലോ, നമുക്കൊരു വചനം കൂടി ചിന്തിക്കാം. 116-ാമത്തെ സങ്കീർത്തനം അതിന്റെ 6-7 വാക്യങ്ങൾ. 5-ാമത്തെ വാക്യത്തിൽ 116-ാമത്തെ സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. യഹോവ കൃപയും നീതിയും ഉള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. സ്തോത്രം. 3 കാര്യങ്ങളാണ്. ദൈവം കൃപയുള്ളവനാണ്, നീതിയുള്ളവനാണ്. അത് മാത്രമല്ല പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത് നമ്മുടെ ദൈവം കരുണയുള്ളവൻ. സ്തോത്രം. ആദ്യം പറഞ്ഞു ദൈവം കൃപയുള്ളവനാണ്. നമുക്കറിയാം, കൃപ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അർഹതയില്ലാത്തവർക്ക് അർഹിക്കാത്ത സ്ഥാനത്ത് ദൈവം ദാനമായി കൊടുക്കുന്നതിനാണ് കൃപ എന്ന് പറയുന്നത്. കൃപയാലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ദൈവം കൃപ തന്നാൽ മാത്രമേ എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം തന്നെ പ്രാർത്ഥിക്കണം, കർത്താവേ ഇന്നെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യണം, ഇന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതിനാവശ്യമായിരിക്കുന്ന കൃപ എനിക്ക് തരണമേ. അപ്പൊ അവിടെ സെക്രട്ടറിക്കാരൻ പറഞ്ഞിരിക്കുകയാണ്, യഹോവ കൃപയും നീതിയുമുള്ളവൻ. ദൈവം നീതിമാനാണ്. സ്തോത്രം. സ്തോത്രം. ദൈവത്തിന്റെ നീതി നമ്മുടെ വിഷയങ്ങളിൽ മേൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടുമ്പോഴാണ് ആ വിഷയങ്ങൾക്ക് വിടുതലുണ്ടാവുന്നത്. നീതീകരണം പ്രാപിച്ച് നമ്മൾ ദൈവം നീതിമാന്മാരായി കണ്ടിരിക്കുന്ന നമ്മൾ ദൈവം പറയാണ്, ദൈവം നീതിയുള്ളവനാണ്, കൃപയുള്ളവനാണ്, നീതിയുള്ളവനാണ്. അത് മാത്രമല്ല യഹോവ കൃപയും നീതിയും കരുണയുള്ളവനാണ്. ദൈവത്തിന്റെ ഒരു പ്രത്യേകത, ദൈവം കരുണ ഇതുവരെയും അടച്ചു കളയാത്തവനാണ്. പ്രത്യേകിച്ച് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കാൽവരിയാഗം, ആ രക്തം എന്റെ പാപത്തിന് പരിഹാരമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവമക്കളായി തീർന്നിരിക്കുന്ന നമുക്ക് ദൈവം നൽകുന്ന ഏറ്റവും വലിയ പ്രത്യേകത, അവൻ നമ്മളോട് എപ്പോഴും കരുണ കാണിച്ചു.
അവൻ പുത്രനെ നോക്കി, പുത്രനെ ഓർത്ത് ആമേൻ സ്തോത്രം, തന്റെ പുത്രന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവരാണല്ലോ, ഇവർക്ക് വേണ്ടിയിട്ടാണല്ലോ തന്റെ പുത്രൻ കൽവരി യാഗമായി തീർന്നത്. ആ രക്തത്തിന്റെ ആമേൻ ഫലം അവർക്ക് അനുഭവിക്കണം. അതിന് വേണ്ടിയിട്ട് ദൈവത്തിൽ കൂടിയോ നമ്മളോട് കരുണ കാണിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ കരുണയാണ് ഇന്ന് രാത്രികാലം ഹിന്ദു സഹോദരിക്ക് മീറ്റിംഗ് നടത്തുവാൻ കർത്താവ് സഹായിച്ചത്. ദൈവത്തിന്റെ കരുണയാണ് ഇത്രയും പേർക്ക് മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ ഇടയായത്. ദൈവം കരുണയുള്ളവനാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും കരുണാമയനായ ദൈവം ഉത്തരം നൽകും. നിശ്ചയമായിട്ടും ദൈവം നിങ്ങളെ അത്ഭുതകരമായിട്ട് വഴി നടത്തും. സ്തോത്രം. അവിടെ പറയുന്നത് എങ്ങനെയാണ്? യഹോവ കൃപയും നീതിയുള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു, ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു. അവിടെ സങ്കീർത്തനക്കാരൻ പറയാണ്, ഞാൻ എളിമപ്പെട്ടു. വലിയവനാണ് എന്ന് നമുക്ക് ഒരു ബോധ്യത്തോടു കൂടി നിന്നു കഴിഞ്ഞാൽ ഈ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒന്നും പ്രാപിക്കാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ദാവീദ് നമുക്കറിയാം, ദാവീദ് രാജാവാണ്, എല്ലാ അധികാരവും ദാവീദിനുണ്ട്. എന്നാൽ ദാവീദ് പറയാണ്, ഞാൻ ദൈവത്തിന്റെ ഒരു മകനാണ്, ദൈവത്തിന്റെ പൈതലാണ്. ദാവീദ് ദൈവത്തിന്റെ സന്നിധിയിൽ കരഞ്ഞു. ദാവീദിനെ യുദ്ധം ചെയ്യുവാൻ, ദാവീദിന് രാജകീയ അധികാരങ്ങൾ പ്രാപിക്കാൻ ഒക്കെ കാരണം ദാവീദ് ദൈവത്തിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ടാണ്, ദൈവത്തിന്റെ മുമ്പിൽ ഒരു പൈതലായിട്ട് ദാവീദ് നിന്നതുകൊണ്ടാണ്. എന്നാൽ സാധ്യമല്ല. എന്നാൽ ദാവീദ് ഒരു വാക്യം ഇങ്ങനെ പറയാണ്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതില് ചാടി കടക്കും. എനിക്ക് കയറാൻ പറ്റത്തില്ല, എന്നാൽ എന്റെ ദൈവത്താൽ എനിക്ക് മതിൽ ചാടി കിടക്കാൻ പറ്റും. ദൈവത്താൽ എല്ലാം സാധ്യമാണ്. ഇന്ന് രാത്രികാലം ആര് വിശ്വസിക്കുന്നു അവരിലേക്ക് ഒരു ദൈവശക്തി ഇന്ന് രാത്രികാലം പ്രവഹിക്കും. അവിടെ പറയുന്നത് എങ്ങനെയാണ്? യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു, ഞാൻ അടിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു. ദാവീദ് പറയുന്നു, എന്റെ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. യഹോവ നിനക്ക് ഉപകാരം ചെയ്യുമെന്നല്ല, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. മനസ്സ് സ്വസ്ഥമാകാതിരിക്കും. രാത്രികാലം മനസ്സ് സ്വസ്ഥമാകാതെ പല വിധത്തിലുള്ള ആകുല ചിന്തകളുമായി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ തലമുറയെ കുറിച്ച്, നിങ്ങളുടെ ഭാവിയെ കുറിച്ച്, നിങ്ങളുടെ സാമ്പത്തിക വിഷയങ്ങളെ കുറിച്ച്, നിങ്ങളുടെ വസ്തു വിൽക്കുന്ന കാര്യത്തെ കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട. ഈ സ്വസ്ഥമായിട്ടിരുന്നാൽ മതി. അവിടെ പറയുകയാണ്, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്യുമെന്നല്ല, ഉപകാരം ചെയ്തിരിക്കുന്നു. ദൈവം ഉപകാരം ചെയ്തിട്ടുണ്ട്. ദൈവം നിന്നെ ഒരിക്കലും കൈവിടുകയില്ല, ഒരിക്കലും ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല. അവൻ നിനക്ക് വേണ്ടി പലതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം ഈ ലോകത്തിൽ ആർക്ക് വേണ്ടി ചെയ്യും? നമുക്ക് വേണ്ടി ദൈവം ചെയ്യും. നമുക്ക് വേണ്ടി ചെയ്യുന്നതിന് കാരണം അനേകർ പുത്രന്റെ രക്തത്തെ എന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിക്കാതെ മാറി നിൽക്കുമ്പോൾ, യേശുവിനെ ക്രൂശിന്മേൽ തറച്ചുക എനിക്ക് വേണ്ടിയാണെന്ന് അറിയാതെ അത് അറിഞ്ഞിട്ടും മാറി നിൽക്കുമ്പോൾ അവനെ സ്തോത്രം, നമ്മുടെ ശാപം, നമ്മുടെ പാപം, നമ്മുടെ രോഗം മാറുവാനാണ് അവൻ വേഷത്തിൽ മനുഷ്യനായിട്ട് വന്നത് എന്ന് അറിഞ്ഞിട്ടും പലര് അതറിയാതെ ഭാവിക്കുമ്പോൾ ഇത് എനിക്ക് മനസ്സിലായി, ഞാൻ അതിനു വേണ്ടി എന്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്ത് നീ നിന്റെ മതത്തിൽ നിന്ന്, സംഘടനയിൽ നിന്നൊക്കെ വേർപെട്ട് ക്രിസ്തുവിനെ ആരാധിക്കുവാൻ ഇറങ്ങിത്തിരിച്ചത് ഒരു ചെറിയ കാര്യമല്ല. നീ വേർപെട്ടത് ചെറിയ കാര്യമല്ല. നീ പാപം ഉപേക്ഷിച്ചത് ചെറിയൊരു കാര്യമല്ല. വിഗ്രഹാരാധന വിട്ടത് ചെറിയൊരു കാര്യമല്ല. പൗരോഹിത്യം വിട്ടത് ചെറിയൊരു കാര്യമല്ല. ദൈവം നിനക്ക് വേണ്ടി വലിയത് ഒരുക്കിയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ, ഈ 2024 അവസാനിക്കാൻ പോകുന്ന ഈ മാസങ്ങളിൽ ദൈവത്തിന്റെ പേരില് സമസ്ത അനുഗ്രഹങ്ങളും നന്മകളും ക്രിസ്തുയേശു മുഖാന്തരം നീ അനുഭവിക്കേണ്ടത് മുഴുവനും നിന്റെ കൈകളിലേക്ക് ഈ കർത്താവ് എത്തിച്ചേരും. കാരണം നീ വാഗ്ദത്തത്തിന്റെ കൂട്ടവകാശിയാ. ഞാൻ ദൈവത്തെ അധികമായിട്ട് സ്തുതിക്കുന്നു. അവിടെ പൗലോസ് പറയുന്നത്, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ സങ്കീർത്തനക്കാരൻ പറയാണ്, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. അവിടെ അടുത്ത വാക്യം, നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. സ്തോത്രം. എന്തൊക്കെയാണ്? എന്റെ പ്രാണനെ മരണത്തിൽ നിന്ന്, ഞാൻ മരിച്ചാൽ ജീവിക്കും. എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, അത് മാത്രമല്ല എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്
ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്നെ ദൈവം രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ദൈവം നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല, ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കുന്നില്ല. പൈസ അടുത്ത 9ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും. ആമേൻ. ഞാൻ വലിയ കഷ്ടത്തിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നു എന്ന് ഞാൻ എന്റെ പരിരൂപത്തിൽ പറഞ്ഞു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? അതൊരു ചോദ്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമ്മളെ തലമുറയെ ദൈവം അനുഗ്രഹിക്കും. ഞാൻ നിർത്തുകയാണ്. ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ പേരും പരിശുദ്ധാത്മാവ് വന്നുവെന്നും അവരെ ദൈവിക ചിന്തകളിലേക്ക് ദൈവം കൊണ്ടുവന്നുവെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഉറപ്പും ധൈര്യമുള്ളവനായിട്ട് നിൽക്കുക. വിഷയങ്ങൾ വരും, എന്നാൽ പ്രാർത്ഥിക്കുക. കർത്താവ് അതിന്റെ മേൽ വിടുതലായിരിക്കും. വിഷയങ്ങൾക്ക് വിടുതൽ ആമയെ അയച്ച് നമ്മളെ അനുഗ്രഹിക്കും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമയെ കേൾക്കപ്പെട്ട എല്ലാ വചനത്തിനും മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നന്ദിയോടെ സ്തോത്രം. വചനം കേട്ട എല്ലാവരുടെ പേരും പരിശുദ്ധാത്മാവ് വന്നിരിക്കുക. സ്തോത്രം. അവരുടെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ദൈവം വർദ്ധിപ്പിച്ചതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. താങ്ക് യു. അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് ആയിരുന്നു. ഹല്ലേലൂയ. സ്വർഗത്തിലെ കർത്താവ് ദാസനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളോട് വ്യക്തമായി സംസാരിച്ചു. ഹല്ലേലൂയ. നമ്മുടെ സ്വന്തം വേഗത്തിൽ ഊന്നരുത്. ഹല്ലേലൂയ. കർത്താവിൽ ആശ്രയിക്കുക. കർത്താവിനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ. എത്ര നാൾ വെയിറ്റ് ചെയ്തിരുന്നാലും കർത്താവിൻ്റെ സമയമാവുമ്പോൾ കർത്താവ് മറുപടി തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളോട് വ്യക്തമായി സംസാരിച്ചു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമ്മൾ അടുത്ത ബുധനാഴ്ച നമ്മൾ കണ്ടുമുട്ടും വരെ കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ നമ്മളെ മറയ്ക്കട്ടെ.